വയനാട് ചൂരൽമലയിലെ പ്രകൃതി ദുരന്തത്തിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയിട്ട് ഇപ്പോൾ മാസം 6 കടന്നിരിക്കുന്നു. അവരെ വാടക വീടുകളിലേക്കെങ്കിലും പുനരധിവസിപ്പിച്ചും സാധിക്കുന്ന വിധം ജീവിതം തിരിച്ചുപിടിക്കാൻ സഹായിച്ചും സർക്കാരും മുന്നോട്ട് പോവുകയാണ്. ഈ കാലത്തിനിടയിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പുകളുടെ മോഡലും സർക്കാർ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചു. ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനൊരു ദുരന്തം നടന്നതായി തന്നെ കേന്ദ്ര സർക്കാർ അറിയാത്ത ഭാവത്തിലാണ്. ഇതൊക്കെ ഒരു ദുരന്തമാണോ എന്ന നിലയിലാണ് കേന്ദ്ര സമീപനം. അതിനുശേഷം മറ്റ് പലയിടങ്ങളിലും ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് കേന്ദ്രം വാരിക്കോരി പണം നൽകി. കേന്ദ്ര സഹായം അവിടെയൊക്കെ ആവോളം ചൊരിഞ്ഞു. പക്ഷേ കേരളം മാത്രം കേന്ദ്രത്തിന് ഇന്ത്യയിലല്ല. അതിനുശേഷം നടന്ന കേന്ദ്ര ബജറ്റിൽ പോലും വയനാടിന് വേണ്ടി ഒരു സഹായവും ഉണ്ടായില്ല. അതിലെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ പോലും ഒരു നാണവുമില്ലാതെ ന്യായീകരിച്ചു. ഗോവ ഗവർണറായ ഒരു മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞത് ഒരു നാട് ഒലിച്ചു പോയിട്ടില്ല, വെറും 3 പഞ്ചായത്തുകളാണ് ഒലിച്ചുപോയത് എന്നാണ്. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്ക് കേരളത്തിലെ BJPയും പിന്തുണ നൽകുന്ന അവസ്ഥ. ഒടുവിൽ ദുരന്തമുണ്ടായി 6 മാസം പിന്നിട്ടപ്പോൾ കേന്ദ്രം പണം അനുവദിച്ചു. സഹായമായല്ല, വായ്പയായി. അതും 1.5 മാസത്തിൽ ചെലവഴിച്ച് കണക്ക് നൽകണം എന്ന നിബന്ധനയോടെ. ശത്രു രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന നിലപാടുകളാണ് ഒരു ദുരന്ത സമയത്ത് പോലും കേന്ദ്രം കേരളത്തോട് കാണിച്ചത്. ഇതിനെതിരെ വൻ ബഹുജന പ്രക്ഷോഭത്തിനാണ് CPM ഒരുങ്ങുന്നത്. നാളെ തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും വയനാട് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും CPM ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി സംസ്ഥാനത്ത് 202 ഏരിയകളിൽ കാൽനട ജാഥകളായി പര്യടനം നടത്തി. കേന്ദ്രത്തിന്റെ തിട്ടൂരത്തിനെതിരെ കേരളം മിണ്ടാതിരിക്കുകയല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം തീർക്കുകയാണ് CPM.